കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്റർ മൊത്തം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതായത് കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു, ഓക്യുപ്പേഷണൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, ഡെമോഗ്രാഫിക് ട്രാൻസിഷനിൽ വന്ന മാറ്റങ്ങൾ എന്താണ്, ബ്രിട്ടീഷ് വ്യാവസായിക നയങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായിരുന്നോ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്: കോളനി ഭരണകാലത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? ഈ നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്, ബ്രിട്ടീഷ് വ്യവസായങ്ങളെ വളർത്തുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു അവർ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയിരുന്നത്. രണ്ടാമത്തത്, ഇന്ത്യയുടെ പരമ്പരാഗത വ്യവസായങ്ങളെ തകർക്കുക. മൂന്നാമത്തത്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷന് ബ്രിട്ടന്റെ ഭരണവും വ്യാപാരവും ആയിട്ടായിരുന്നു. പിന്നെ ഭൂനികുതി വ്യവസ്ഥകൾ കൊണ്ടുവന്നു. റൈറ്റ് വാരി, സെമീന്ദാരി, മഹൽവാരി പോലുള്ള ഭൂനികുതി വ്യവസ്ഥകളിലൂടെ അവർ കർഷകരെ ചൂഷണം ചെയ്ത് വരുമാനം ബ്രിട്ടനിലേക്ക് ഒഴുക്കി. ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു? കാർഷിക മേഖല പിന്നോക്കാവസ്ഥയിലായി. വ്യാപാരം ബ്രിട്ടനെ ഏകപക്ഷീയമായിട്ട് അനുകൂലിച്ചു. അതേപോലെ തന്നെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ ഒക്കെ സംജാതമായി. അടിസ്ഥാന സൗകര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ബ്രിട്ടന്റെ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പരമ്പരാഗതമായ ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ്സ് പോലുള്ള വ്യവസായങ്ങൾ നശിച്ചു. നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ വരുമാന നിർണ്ണയം നടത്തിയവരിൽ ശ്രദ്ധേയരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആരായിരുന്നു? ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബെ, ഫിൻലെ ഷിറാസ്, VK RV റാവു, RC ദേശായി. ഇവരൊക്കെയായിരുന്നു പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. കോളനി ഭരണകാലത്ത് കാർഷിക മേഖലയിലുണ്ടായ മുരടിപ്പിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? കാർഷിക മേഖല മുരടിക്കാനുണ്ടായ കാരണങ്ങൾ? ഒന്നാമതായിട്ട്, നമുക്ക് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലനിന്നിരുന്ന ഭൂനികുതി വ്യവസ്ഥകൾ, അതായത് സെമീന്ദാരി, റൈറ്റ് വാരി, മഹൽവാരി പോലുള്ള ഭൂനികുതി വ്യവസ്ഥകൾ നിലനിന്നിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും ബംഗാൾ പ്രവിശ്യകളിൽ നിലനിന്നിരുന്ന സെമീന്ദാരി സിസ്റ്റത്തിൽ കർഷകർക്കും ബ്രിട്ടീഷ് ഇന്ത്യക്കും ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചിരുന്നത് സെമീന്ദാന്മാരായിരുന്നു. അതായത് കർഷകർ അവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം സെമീന്ദാന്മാർക്ക് കൊടുക്കണം. സെമീന്ദാന്മാരാണെങ്കിലോ ഭൂമിയിലെ ഉടമസ്ഥാവകാശം നിലനിർത്തണമെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് ഒരു നികുതി കൊടുക്കേണ്ടി വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഈ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ലാഭത്തിന്റെ യാതൊരു പങ്കും ലഭിച്ചിരുന്നില്ല. സെമീന്ദാന്മാരാണെങ്കിലോ ഈ കർഷകർക്ക് വേണ്ടിയിട്ട് അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്തിരുന്നില്ല. താഴ്ന്ന സാങ്കേതിക വിദ്യയായിരുന്നു. മഴയെ ആശ്രയിച്ച് മാത്രമായിരുന്നു കൃഷി നിന്നിരുന്നത്. ഫെർട്ടിലൈസേഷന്, ഇറിഗേഷന് ഇതിലൊന്നും യാതൊരു പുരോഗതി ഉണ്ടായിരുന്നില്ല. ഒക്കെ താഴ്ന്ന ടെക്നോളജി ആയിരുന്നു. സാങ്കേതിക വിദ്യയുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു കാർഷിക മേഖല മന്ദഗതിയിലേക്ക് നീങ്ങാനുണ്ടായിരുന്ന കാരണം. അതേപോലെ തന്നെ മറ്റൊരു കാരണമാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് സബ്സിസ്റ്റൻസ് ഫാമിങ്. നാണ്യവിളകൾ, ഭക്ഷ്യധാന്യ ഉൽപാദനങ്ങൾക്ക് പകരം ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് അവര് നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. നാണ്യവിളകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ക്യാഷ് ക്രോപ്സ്, കോട്ടൺ, ജൂട്ട്, അതേപോലെ തന്നെ നീലം, ഇതൊക്കെ പോലുള്ള നാണ്യവിളകൾ ഒരു ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ട് ഭക്ഷ്യധാന്യ ഉൽപാദനം കുറഞ്ഞു, കാർഷിക മേഖല മന്ദഗതിയിലേക്ക് നീങ്ങി. അതേപോലെ തന്നെ ക്രെഡിറ്റ് ആൻഡ് ഡെപ്റ്റ് ട്രാപ്പ്, അതായത് കർഷകർ ഉയർന്ന പലിശയ്ക്ക് പണം കടമാകുകയും അത് അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ആവുകയും ചെയ്തു. അതേപോലെ തന്നെ ബ്രിട്ടന്റെ ചൂഷണം, അതായത് അവർ ഇന്ത്യയെ കണ്ടിരുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ഒരു ദാതാവായിട്ട് മാത്രമായിരുന്നു. അതേപോലെ തന്നെ ബ്രിട്ടനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന നിർമ്മാണ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള ഒരു വിപണി മാത്രമായിരുന്നു അവർ ഇന്ത്യയെ കണ്ടിരുന്നത്. അപ്പൊ അവരുടെ സാമ്പത്തിക നയം ലക്ഷ്യമാക്കിയിട്ട് മാത്രമായിരുന്നു അവർ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ചോദ്യമാണ്, നാലാമത്തെ ചോദ്യമാണ്. സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ആധുനിക വ്യവസായങ്ങളുടെ പേരെഴുതുക. ഏതൊക്കെയാണ്? കോട്ടൺ ഇൻഡസ്ട്രീസ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ജൂട്ട് ഇൻഡസ്ട്രീസ്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, അതേപോലെ തന്നെ പേപ്പർ ഇൻഡസ്ട്രീസ്, സിമെന്റ് ഇൻഡസ്ട്രീസ്, ഇവയൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ക്രമാനുഗതമായ വ്യവസായ നയങ്ങൾക്ക് പിന്നിലുള്ള ദ്വിമുഖ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? രണ്ട് ലക്ഷ്യങ്ങളാണ് ബ്രിട്ടന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഒന്നാമത്, ഇന്ത്യയെ അസംസ്കൃത വസ്തുക്കൾക്കുള്ള ഒരു ദാതാവാക്കി മാറ്റുക എന്നത് മാത്രമായിരുന്നു. അതായത് ഇവിടെ നിന്നും ഇന്ത്യയിലേക്ക് അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുക. രണ്ടാമത്തെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ബ്രിട്ടനിൽ നിന്നുമുള്ള നിർമ്മാണ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക.
അപ്പൊ ഇവിടെ നിന്നും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുക. അതേപോലെ തന്നെ ഇന്ത്യയിൽ കരകൗശല വസ്തുക്കൾ, ഗുണമേന്മയുള്ള കരകൗശല വസ്തുക്കൾക്ക് നല്ല വിപണി ഉണ്ടായിരുന്നു. ഇത് അവിടേക്ക് കയറ്റുമതി ചെയ്യുകയും അവിടെ നിന്നും കുറഞ്ഞ ക്വാളിറ്റിയുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്യുക. ചുരുക്കത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ബ്രിട്ടീഷ് ഭരണകാലത്ത് പരമ്പരാഗത കരകൗശല വസ്തുക്കൾ പൂർണ്ണമായും തകർത്തു. ഈ കാഴ്ചപ്പാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരത്തെ സാധൂകരിക്കുന്ന കാരണങ്ങൾ നൽകുക. യോജിക്കുന്നു. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വ്യാവസായിക വിപ്ലവം വന്ന സമയത്ത് ബ്രിട്ടനിൽ നിന്നും ധാരാളം മെഷീൻ മെയ്ഡ് ഉൽപ്പന്നങ്ങൾ, എസ്പെഷ്യലി ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് മാസ് പ്രൊഡക്ഷൻ കാരണം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ ഇന്ത്യയിലെ കരകൗശല വസ്തുക്കൾക്ക്, ഇന്ത്യയിലെ ഹാൻഡ്ലൂം ഉൽപ്പന്നങ്ങൾക്ക് ഇവയോട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റാതായി. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങൾ തകർന്നു. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടനിൽ നിന്നും ധാരാളം വസ്തുക്കൾ ഇറക്കുമതി ചെയ്തിരുന്നു. പക്ഷെ ഇത് ഡ്യൂട്ടി ഫ്രീ ആയിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾക്കോ ടാക്സ് ഈടാക്കിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതും ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ തകരാനായിട്ടുള്ള ഒരു കാരണമാണ്. പിന്നെ മൂന്നാമത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ കരകൗശല വസ്തുക്കൾക്ക് ബ്രിട്ടൻ മാർക്കറ്റിൽ വമ്പിച്ച ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടന്റെ പല വ്യവസായിക പോളിസി കാരണം ട്രേഡ് ലോസ് വന്നു. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കരകൗശല വസ്തുക്കൾക്ക് ബ്രിട്ടൻ വിപണിയിൽ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു. ഇന്ത്യയെ ബ്രിട്ടൻ കണ്ടിരുന്നത് റോ മെറ്റീരിയൽസിനുള്ള ഒരു ദാതാവും മാത്രമായിട്ടായിരുന്നു. ഇവിടെ നിന്നും വൻതോതിൽ കോട്ടൺ, ജൂട്ട്, പിന്നെ നീലം, ഇതൊക്കെ വൻതോതിൽ കയറ്റുമതി ചെയ്തിരുന്നു. അതിന് പകരമായിട്ട് ബ്രിട്ടനിൽ നിന്നും ഇറക്കിയിരുന്നത് നിർമ്മാണ വസ്തുക്കളായിരുന്നു. അതേപോലെ തന്നെ ലാക്ക് ഓഫ് ഗവൺമെന്റ് സപ്പോർട്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ടിസൻസ്, വീവേഴ്സ്, ഇവർക്കൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും യാതൊരു സഹായവും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും പരമ്പരാഗത വ്യവസായങ്ങൾ തകരുന്നതിന് കാരണമായി. സ്വാഭാവികമായിട്ടും സാമ്പത്തിക മേഖലയിൽ അൺഎംപ്ലോയ്മെന്റും ലോ ഇൻകത്തിലേക്കും നീങ്ങി. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാലോ. ഇന്ത്യയിലെ പശ്ചാത്തല സൗകര്യ വികസന നയങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു? ഇന്ത്യയിലെ പശ്ചാത്തല സൗകര്യ വികസന നയങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു? അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ തുറമുഖവും റെയിൽവേയും വികസിപ്പിച്ചു. ഈ റെയിൽവേയും തുറമുഖവും എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ വികസിപ്പിച്ചിരുന്നത്? അവരുടെ ഇന്ത്യയിൽ നിന്നുമുള്ള അസംസ്കൃത വസ്തുക്കൾ തുറമുഖങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവർ റെയിൽവേ വികസിപ്പിച്ചിരുന്നത്. അല്ലാതെ ഇന്ത്യയുടെ സാമ്പത്തിക ലക്ഷ്യത്തിനോ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പുരോഗതിക്കോ വേണ്ടിയിട്ടായിരുന്നില്ല ഇവരിത് വികസിപ്പിച്ചത്. അതേപോലെ തന്നെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് വികസിപ്പിച്ചു. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലാക്കി ഇന്ത്യയുടെ നിയന്ത്രണം ബ്രിട്ടന്റെ കൺട്രോളിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവരിത് ചെയ്തിരുന്നത്. അല്ലാതെ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ സഹായങ്ങളും ഉണ്ടായിരുന്നില്ല. അവരുടെ ലക്ഷ്യം അവരുടെ സാമ്പത്തിക പുരോഗതി മാത്രമായിരുന്നു. അടുത്ത ചോദ്യം നോക്കിയാലോ. ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വ്യാവസായിക നയങ്ങളുടെ കോട്ടങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുക. നോക്കാം. നമ്മൾ നേരത്തെ നോക്കിയ ആൻസർ പോലെ തന്നെ ഇന്ത്യയെ അവര് അസംസ്കൃത വസ്തുക്കളുടെ ദാതാവ് മാത്രമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അവരുടെ ലക്ഷ്യം അവരുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് ഒരു വിപണി ഇന്ത്യയിൽ കണ്ടെത്തുക എന്നുള്ളതും ഇവിടെ നിന്നും വൻതോതിൽ റോ മെറ്റീരിയൽസ് അങ്ങോട്ട് കയറ്റി അയക്കുക എന്നുള്ളതും മാത്രമായിരുന്നു. അതേപോലെ തന്നെ പരമ്പരാഗത വ്യവസായങ്ങൾ തകർന്നു. ഹാൻഡ്ലൂം പോലുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ തകർന്നെങ്കിലും അതിന്റെ സ്ഥാനത്ത് ആധുനിക വ്യവസായങ്ങളൊന്നും ഉയർന്നു വന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല. അതായത് വൈവിധ്യങ്ങളാർന്ന വ്യവസായങ്ങളോ ഒന്നും ഇന്ത്യയിൽ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇൻഫ്രാസ്ട്രക്ചർ ബ്രിട്ടന്റെ ആവശ്യങ്ങൾക്ക് മാത്രമായിരുന്നു. അതായത് റെയിൽവേ വികസിപ്പിച്ചു, തുറമുഖം വികസിപ്പിച്ചു. പക്ഷെ അതിനൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കയറ്റുമതി അയക്കുക, പകരം അവിടെ നിന്നുമുള്ള നിർമ്മാണ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. കോളനി ഭരണകാലത്ത് ഇന്ത്യൻ സമ്പത്തിന്റെ ചോർച്ച എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇന്ത്യൻ സമ്പത്തിന്റെ ചോർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ സമ്പത്തിന്റെ ചോർച്ച എന്ന് പറയുന്നത് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നാണ്. അതായത് ഇന്ത്യയിൽ സൃഷ്ടിച്ച സമ്പത്ത് ഇന്ത്യയിൽ തന്നെ ചെലവഴിക്കാതെ ബ്രിട്ടനിൽ വിനിയോഗിക്കുന്നതിനെയാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ വരുമാനം ഇന്ത്യയിൽ വിനിയോഗിക്കുന്നില്ല, അത് ബ്രിട്ടനിലേക്കാണ് ഒഴുകിയിരുന്നത്. അപ്പൊ ഇതിനെയാണ് സാമ്പത്തിക ചോർച്ച എന്ന് പറയുന്നത്.
ഇനി നമുക്ക് മോഡ്സ് ഓഫ് ഡ്രെയിൻ എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ നികുതി വരുമാനം ഈ ബ്രിട്ടനിലേക്കാണ് ഒഴുകിയിരുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ വിദേശ വ്യാപാര വരുമാനവും ബ്രിട്ടനിലേക്ക് ഒഴുകിയിരുന്നു. അതേപോലെ തന്നെ ബ്രിട്ടന്റെ വിദേശ സേവന ചെലവുകൾ, ആർമി പോലുള്ള ചെലവുകൾ വഹിച്ചിരുന്നത് ഇന്ത്യ ആയിരുന്നു. ഇന്ത്യയുടെ ചെലവിലായിരുന്നു അവര് വിദേശ സേവന ചെലവുകളൊക്കെ വഹിച്ചിരുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരുന്ന ശമ്പളവും പെൻഷനും ഇന്ത്യയുടെ തുക കൊണ്ടായിരുന്നു. പക്ഷെ ഇത് ഇന്ത്യയിൽ വിനിയോഗിക്കാതെ ബ്രിട്ടനിലേക്കാണ് ഒഴുകിയിരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജനസംഖ്യാ പരിവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ നിന്നും രണ്ടാം ഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ അതിർത്തി നിർണയ വർഷം ഏതാണ്? ജനസംഖ്യാ പരിവർത്തനത്തിന്റെ ഒന്നാം ഘട്ടം, ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ ഒന്നാം ഘട്ടം നമ്മൾ പഠിച്ചു. 1901 മുതൽ 1921 വരെയാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. ഈ ആദ്യഘട്ടത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഉയർന്ന ജനന നിരക്ക്, ഉയർന്ന മരണനിരക്ക്. അതായത് ഇക്കോണമി സ്റ്റാഗ്നന്റ് ആണ്. പോപ്പുലേഷൻ അവിടെ സ്റ്റാഗ്നന്റ് ആയിരുന്നു. ഇനി നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ 1921 മുതൽ 1951 വരെയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്നത്. ഈ സമയത്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നത്. എന്താ പോപ്പുലേഷൻ എക്സ്പ്ലോഷന്? ജനസംഖ്യ ഉയർന്നിരിക്കുന്നു, പക്ഷെ മരണനിരക്ക് കുറഞ്ഞിരിക്കുന്നു. ഈ സമയത്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നത്. അപ്പൊ 1921 വർഷം 1921 ഈ അതിർത്തി നിർണയ വർഷം എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ആ സമയത്താണ് നമുക്ക് എന്തുണ്ടായിട്ടുള്ളത്? ഇന്ത്യൻ ജനസംഖ്യാ ചരിത്രത്തിലെ ഗ്രേറ്റ് ഡിവൈഡ് എന്ന് പറയുന്ന ഈ വർഷമാണ് 1921. കാരണം ആ വർഷം വരെ ഇന്ത്യയുടെ ജനസംഖ്യ സ്ഥിരത ഉണ്ടായിരുന്നില്ല. 1921 മുതലാണ് ജനസംഖ്യയിൽ സ്ഥിരത വന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ ജനസംഖ്യ രൂപരേഖയെ അളവുപരമായിട്ട് വിലയിരുത്തുക. കോളനി ഭരണകാലത്ത് ഇന്ത്യയിലെ ജനനനിരക്കും മരണനിരക്കും ഉയർന്നതായിരുന്നു. ജനനനിരക്ക് 1000-ന് 40, 50 എന്ന തോതിലായിരുന്നു. മരണനിരക്ക് 40 എന്ന തോതിലായിരുന്നു. ലൈഫ് എക്സ്പെക്ടൻസി 44 വർഷമായിരുന്നു. അതേപോലെ തന്നെ സാക്ഷരതാ നിരക്ക് 16%, സ്ത്രീ സാക്ഷരതാ നിരക്ക് 6%. ഇൻഫന്റ് മോർട്ടാലിറ്റി 218 ആയിരുന്നു. 1000-ന് 218 എന്ന തോതിലായിരുന്നു. കോളറ, മലേറിയ പോലുള്ള, പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിരുന്നു. ക്ഷാമം, ദാരിദ്ര്യം ഒക്കെ സാധാരണയായിരുന്നു ഈ സമയത്ത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യയുടെ തൊഴിൽഘടനയുടെ സവിശേഷതകളെ എടുത്തു കാണിക്കുക. അതായത് ഓക്യുപേഷണൽ സ്ട്രക്ചർ. ഓക്യുപേഷണൽ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയെ അവയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 മേഖലകളാക്കി തിരിച്ചിരിക്കുന്നു. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. ഇതിൽ പ്രൈമറി സെക്ടർ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നുമുള്ള സംഭാവനയായിരുന്നു ഏറ്റവും കൂടുതൽ. 70-75% അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നുമുള്ള സംഭാവനയായിരുന്നു. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നും അല്ലെങ്കിൽ സെക്ടർ അല്ലെങ്കിൽ മാനുഫാക്ചർ സെക്ടറിൽ നിന്നുമുള്ള സംഭാവന ഒരു 10% മാത്രമായിരുന്നു. ടെറിഷറി സെക്ടറിൽ നിന്നുമുള്ള സംഭാവന ഒരു 15 മുതൽ 20% വരെ മാത്രമായിരുന്നു. അപ്പൊ ഇന്ത്യ അഗ്രികൾച്ചറൽ ഡിപ്പെൻഡന്റ് ഇക്കോണമി ആയിരുന്നെങ്കിലും പല ഭാഗത്തും പല രീതിയിലായിരുന്നു ആ ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നത്. നോർത്ത് ഇന്ത്യ, അതേപോലെ തന്നെ ബംഗാള്, നോർത്ത് ഇന്ത്യ, ബീഹാർ, ഒഡീസ പോലുള്ള സ്ഥലങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറൽ ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നത്. പക്ഷെ സൗത്ത് ഇന്ത്യ, അതേപോലെ തന്നെ ബംഗാള് പോലുള്ള സ്ഥലങ്ങളിൽ അഗ്രികൾച്ചറൽ ഡിപ്പെൻഡൻസി കുറവായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല വ്യത്യാസം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ നേരിടേണ്ടി വന്ന നിർണായക സാമ്പത്തിക വെല്ലുവിളികളെ അടിവരയിട്ട് കാണുക. എന്തൊക്കെയായിരുന്നു ഇന്ത്യ നേരിടേണ്ടി വന്നിരുന്ന വെല്ലുവിളികൾ? കോളനി ഭരണകാലത്ത് ഇന്ത്യ ബാക്ക്വേർഡ് ഇക്കോണമി ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഒരു സെൽഫ് റിലയന്റ് ആയിട്ടുള്ള ഒരു ഇക്കോണമി സൃഷ്ടിക്കുക എന്നതായിരുന്നു ആദ്യത്തെ വെല്ലുവിളി. രണ്ടാമത്തത് ഇൻഡസ്ട്രീസ്, പരമ്പരാഗത വ്യവസായങ്ങൾ നശിച്ചു. ഇൻഡസ്ട്രീസിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആധുനിക വ്യവസായങ്ങൾ വളർത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു അടുത്ത വെല്ലുവിളി. ഇനി മൂന്നാമത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഷിക മേഖലയിൽ ഒരു പുതുക്കൽ വേണ്ടി വന്നു. കാരണം ലോ ടെക്നോളജിയാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ലാൻഡ് റിഫോംസ്, ന്യൂ ടെക്നോളജി ഇന്നോവേഷന്, ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം വിപുലപ്പെടുത്തല്, ഇറിഗേഷനിൽ പുതിയ ടെക്നോളജി സ്വീകരിക്കൽ ഒക്കെ വേണ്ടി വന്നു. നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ തൊഴിൽ മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കേണ്ടി വന്നു. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ് നിലനിന്നിരുന്നത്. ഈ അവസ്ഥയിൽ ഒരു മാറ്റം സംജാതമാക്കേണ്ടി വന്നു. ദാരിദ്ര്യവും വരുമാന അസമത്വവും ഉണ്ടായിരുന്നു. റീജിയണൽ അസമത്വം ഉണ്ടായിരുന്നു. അപ്പൊ ഈ മേഖലകളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഇവിടെയൊക്കെ ഒരു പുനരാവിഷ്കാരം വേണ്ടി വന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഔദ്യോഗിക സെൻസസ് ആരംഭിച്ചത് എപ്പോൾ? 1881 ഇന്ത്യയിലെ ഔദ്യോഗിക സെൻസസ് ആരംഭിച്ചത്.
അങ്ങനെ ആദ്യമായിട്ട് ക്രമബദ്ധവും സമകാലികവുമായ സെൻസസ് 1881 ആരംഭിച്ചതിന് ശേഷം പിന്നെ എല്ലാ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടത്തിയിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ ഇന്ത്യൻ വ്യാപാരത്തിന്റെ ദിശയും വ്യാപ്തിയും സൂചിപ്പിക്കുക. ഇന്ത്യയെ അസംസ്കൃത വസ്തുക്കൾക്കുള്ള ഒരു ദാതാവായിട്ടായിരുന്നു ബ്രിട്ടൻ കണ്ടിരുന്നത്. അതായത് കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ, ടീ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ഇവിടെ നിന്നും വൻതോതിൽ കയറ്റുമതി ചെയ്യുകയും അവിടെ നിന്നും അവരുടെ നിർമ്മാണ വസ്തുക്കൾ ഇമ്പോർട്ട് ചെയ്യുകയുമാണ് ചെയ്തിരുന്നത്. ബ്രിട്ടൻ ആയിരുന്നു ഇമ്പോർട്ടിലാണെങ്കിലും എക്സ്പോർട്ടിലായാലും ബ്രിട്ടൻ ആയിരുന്നു ആധിക്യം. പിന്നെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരവുമോ ബ്രിട്ടൻ വഴിക്ക് മാത്രമാണ് നടന്നിരുന്നത്. ഇങ്ങനെയായിരുന്നു ഇന്ത്യയിലെ ട്രേഡിന്റെ ഒരു ദിശയും വ്യാപ്തിയും ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ സംബന്ധിച്ച് അനുഗ്രഹീതമായിരുന്നോ? ചില മേഖലകളിൽ അനുഗ്രഹീതമായിരുന്നു എന്ന് പറയാം. അതായത് റെയിൽവേ വികസിപ്പിച്ചു, തുറമുഖം വികസിപ്പിച്ചു, അതേപോലെ തന്നെ ആദ്യമായിട്ട് ഏകീകൃത ഭരണവും നിയമ സംവിധാനവും നിലവിൽ വന്നു. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടായി. ആധുനിക വ്യവസായങ്ങൾ തുടക്കം കുറിച്ചു. പോസ്റ്റും ടെലിഗ്രാഫും തുടക്കം കുറിച്ചു. പക്ഷെ ഇതിനൊരു പ്രതികൂല വശം കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഇക്കോണമി ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു. അതേപോലെ തന്നെ ഇക്കോണമി ബാക്ക്വേർഡ് ആയിരുന്നു. കരകൗശല വ്യവസായം തകർന്നു. ഡ്രെയിൻ ഓഫ് വെൽത്ത് ഉണ്ടായി. ഇന്ത്യയുടെ റിസോഴ്സ് മുഴുവൻ ബ്രിട്ടനിലേക്ക് ഒഴുകി. അൺഈക്വൽ ട്രേഡാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്നുമുള്ള റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലേക്ക് ഒഴുകി. അവിടെ നിന്നുമുള്ള നിർമ്മാണ വസ്തുക്കൾ ആയിരുന്നു ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അൺഈക്വൽ ആയിട്ടുള്ള ഒരു ട്രേഡാണ് ഉണ്ടായിരുന്നത്. ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ എല്ലാ ജനങ്ങളിലേക്കും എത്താതെ വളരെ ചുരുങ്ങിയ വിഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ഈ ആൻസേഴ്സും. അപ്പം നിങ്ങളിത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഈ ചാപ്റ്റർ മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും.